ഇപ്പോൾ എണ്ണ ഒഴിക്കാൻ പോകട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. കടുകിടാൻ പോകണ്ട, ഉള്ളിയിടാൻ പോകണ്ട. വെളിച്ചെണ്ണയിലാകുമ്പോഴേ, നാടൻ വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇടുന്നിട്ടാ. എല്ലാം കൂടി ഒന്ന് വതക്കി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇറക്കി ഇട്ടോളാം. കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. ഒരു മണിക്കൂർ മുന്നേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലകളൊക്കെ ചേർത്തിട്ട് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇനി നമുക്കത് ചട്ടിയിലേക്ക് ആഡ് ചെയ്യാം. ഒരു അരമണിക്കൂർ ചൂടാക്കിയിട്ട് ലേശം വെള്ളം ഒഴിച്ചു. മാക്സിമം മിക്സിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കത് ചൂടാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. മല്ലിത്തഴ ഉണ്ട് കേട്ടോ. ഏകദേശം കറി ആയില്ല കേട്ടോ. ഒരു അരമണിക്കൂറും കൂടി വേവിച്ചിട്ട് നമുക്ക് ഇറക്കാം. അപ്പോൾ കറി ആയിട്ടാ നമ്മൾ ഇറക്കാൻ പോകും. താറാവിൻ്റെ കറി ആയിട്ട് ഇനി ഇറക്കാൻ പോകും. ഇറക്കി കഴിക്കാൻ താറാവ് കറി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോകും കേട്ടോ. കഴിച്ച് താറാക്കറിൻ്റെ ടേസ്റ്റ് എങ്ങനെ പറയാം. നമ്മുടെ രീതി താറാക്കറി വെച്ചാണ്, പാലക്കാട് സ്റ്റൈലിൽ. ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി കൂട്ടി കഴിക്കാൻ കേട്ടോ. ഗ്രേവി നന്നായിട്ടുണ്ട്. ഗ്രേവി നന്നായി വന്നിട്ടുണ്ട്.